ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററും പിന്നെ ഒരു ബക്ക് കൺവേർട്ടറുമാണ്. ഇത് തമ്മിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും ഇതിൻ്റെ എഫിഷ്യൻസിയും കുറിച്ചും പിന്നെ ഹീറ്റിംഗ് ആവുന്നതും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ലീനിയർ വോൾട്ടേജ് കൺവേർട്ടർ. ഇതിൻ്റെ അകത്ത് L7812 എന്ന് വെച്ചാൽ 12 വോൾട്ട്. നമ്മൾ 12 മേളിൽ വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് 12 വോൾട്ടേജ് കിട്ടും എന്നൊരു ഐ സി. നമ്മൾ ബക്ക് ബൂസ്റ്റർ കൺവേർട്ടർ DC to DC കൺവേർട്ടർ. ഇതിലൊരു ഇൻപുട്ട് വോൾട്ടേജ് നമുക്കൊരു 3 വോൾട്ട് തൊട്ട് 40 വോൾട്ട് വരെ ഇൻമൂവ് എടുത്തിട്ട് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ താഴോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വേരി ചെയ്ത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബക്ക് ബൂസ്റ്റർ DC to DC കൺവേർട്ടറാണിത്. ഇതിന് മറ്റേതിനെ അപേക്ഷിച്ച് ഇത് റേറ്റ് കൂടുതലാണ്. ഒരു 150, 80, 150 ആ റേഞ്ച് വില വരുന്നുണ്ട്. ഇത് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിസ്റ്റർ, പൊട്ടൻഷ്യൽ വേരിയബിൾ റെസിസ്റ്ററാണ് അത്. ഇതിൻ്റെ അകത്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഔട്ട്, നമ്മൾ സപ്ലൈ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇപ്പോൾ 12 കൊടുക്കുകയെന്ന് ഔട്ട്പുട്ട് നമുക്ക് വേരി ചെയ്ത് 5, 4 അങ്ങനെയാണല്ലോ. നമ്മൾ ലീനിയർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് മാക്സിമം എന്ന് വെച്ചാൽ 1.5 ആംപിയർ ആണ് മാക്സിമം. ഇത് വർക്കിംഗ് ടെമ്പറേച്ചർ 135 ഡിഗ്രി സെൽഷ്യസ്, 190 ഡിഗ്രി. ഇതിൻ്റെ വയറിംഗ് ഡയഗ്രം എന്ന് വെച്ചാൽ ഇൻപുട്ട് ആദ്യത്തെ ലെഗ്, നടുക്കത്തത് ഗ്രൗണ്ട്, ഔട്ട്പുട്ട് മൂന്നാമത്തെ ലെഗുമാണ്. നമ്മളെ ബക്ക് ബൂസ്റ്റർ അതിൻ്റെ അകത്ത് ഇന്ന് പ്ലസും മൈനസും, ഔട്ട്പുട്ട് പ്ലസും മൈനസും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതെല്ലാം അതിൻ്റെ പിറകിൽ ബോർഡ് സർക്യൂട്ടിൻ്റെ ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇതനുസരിച്ച് കണക്ട് ചെയ്താൽ മതി. നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പം 24 ആക്കാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ബാറ്ററി സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മളൊരു 24 വോൾട്ട് ആക്കുവാണ്. ഇത് 12 വോൾട്ട് IC ആണ്, റെഗുലേറ്റിംഗ് IC ആണ്. നമ്മൾ 12ൻ്റെ മേളിൽ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് 12 കിട്ടത്തുള്ളൂ. നമ്മളതിൻ്റെ പോസിറ്റീവ് അതിൻ്റെ താഴത്തെ ലെഗിൻ്റെ മുന്നിൽ കൊടുത്ത് നെഗറ്റീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ മൾട്ടിമീറ്റർ വെച്ചിട്ട് കറണ്ട് ആംപിയർ അളക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് ഓപ്ഷനിലിട്ടിട്ട് അത് വഴി സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട്. എത്ര കറണ്ട് എടുക്കുന്നുണ്ട്, എത്ര കറണ്ട് ഡ്രോപ്പ് ആവുന്നു എന്നൊക്കെ നമുക്ക് എത്ര എഫിഷ്യൻസി ആണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുന്നത്. നെഗറ്റീവ് മൾട്ടിമീറ്ററിൽ നിന്ന് നേരെ നെഗറ്റീവ് ആണ് വന്ന് അതിൻ്റെ സെൻട്രലത്തെ ലെഗ് വരുന്നത്. നമുക്കൊരു LED ബൾബ്, നമുക്ക് ചെറിയ LED ബൾബ് 3 വാട്ട്സ് 5 വാട്ട്സിൻ്റെ ബൾബാണത്. നമുക്കതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പോസിറ്റീവ് വേണ്ടിയിട്ട് നെഗറ്റീവ് ഏകദേശം 45.45 മില്ലി ആംപിയർ, 450 മില്ലി ആംപിയർ കറണ്ട് നമുക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു 24നെ 12 ആക്കി 3 ആംപിയർ തന്നെ എടുക്കുമ്പോൾ തന്നെ ഈ IC കൂടുതൽ ഹീറ്റ് ആവുകയും കൂടുതൽ എനർജി ലോസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചെറിയ കമ്പോണൻസ്, ചെറിയ ഇതിലല്ല, നമ്മൾ ഈ ഹീറ്റ് സിങ്കൊക്കെ വെച്ച് വേണം ഇത് യൂസ് ചെയ്യാൻ. എന്നാലേ നമുക്ക് ഇത്ര ഹീറ്റ് ആവുന്ന IC നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ഹീറ്റ് സിങ്ക് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് കുറഞ്ഞു വരികയാണ്. IC കൂടുതൽ ഹീറ്റ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത്. പെട്ടെന്ന് ഹീറ്റാകും. നമുക്ക് 1.5 ആംപിയർ പറയുന്നെങ്കിലും അത്ര ആംപിയർ എടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ ഹീറ്റാകും സാധനം. കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ആകും. അങ്ങനെ കുറേ ലോസസ് നമുക്ക് ഹീറ്റായി ലോസ് കുറേ ഉണ്ടാവും. നല്ല പഴുത്തിരിക്കണം, നമുക്ക് തൊട്ടാൽ പൈപ്പുള്ള മാതിരി പഴുത്ത് നല്ല ഇതായിട്ടിരിക്കും. ഒരുപാട് ഹീറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ചെറിയ ഡിവൈസിലൊന്നും ഇത് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ആവത്തില്ല. അതുകൊണ്ട് ചെറിയ ബക്ക് ബൂസ്റ്റർ നമുക്ക് മേടിക്കാൻ അവൈലബിൾ ആണ്. ഈ കാണിച്ചതിനേക്കാൾ ചെറിയ ബക്ക് ബൂസ്റ്റർ. ഇതിൻ്റെ അകത്ത് നമ്മളൊരു മോട്ടർ കണക്ട് ചെയ്തപ്പോൾ സംഭവം വർക്കാവുന്നില്ല, എടുക്കുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അത് എടുക്കുന്നില്ല. ജസ്റ്റ് ഒരു 2 മില്ലി ആംപിയർ
ചെറിയ രീതിയിൽ കറണ്ട് എടുക്കുന്ന പോലെ കാണിച്ചിട്ട് അത് അനങ്ങുന്ന പോലും ഇല്ല. വേറെ ഹീറ്റ് ആവുകയോ ഐസ് ഇതാവുകയോ ഒന്നും ഇതാവുന്നില്ല. അതിനെപ്പറ്റി നമുക്ക് DC to DC കൺവേർട്ടർ ബക്ക് ബൂസ്റ്റർ നമുക്ക് കണക്ട് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുന്നത് നേരത്തെ അതിൽ കൊടുത്ത കണക്ക് തന്നെ 24 വോൾട്ടേജാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ബാറ്ററിയുടെ പ്ലസ് മറ്റ് നെഗറ്റീവ് നേരെ മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്തിട്ട് മൾട്ടിമീറ്ററിൽ നിന്ന് ഒരു ലെഡ് ഔട്ട് എടുത്ത് ഈ ബക്ക് ബൂസ്റ്ററിൻ്റെ ഇന്നും കൊടുക്കും. നമ്മൾ കറണ്ട് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ രീതി കണക്ട് ചെയ്ത് നോക്കിയാണ്. ഔട്ട്പുട്ട് നമ്മൾ ഇത് വെയിറ്റ് ചെയ്യാൻ നമ്മളത് നേരത്തെ സെറ്റ് ചെയ്ത് 12 വോൾട്ടേജ് ഔട്ട്പുട്ടാക്കി വെച്ചേക്കുവാണ്. അത് നമുക്ക് ഇപ്പോൾ 24 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 18 ആക്കാം. അങ്ങനെ പല രീതി വേരി ചെയ്തെടുക്കാം. ഇതിപ്പം കത്തിക്കുമ്പം 200 മില്ലി ആമ്പർ 250 അങ്ങനെ ആ ഒരു റേഞ്ച് കറണ്ട് എടുക്കുന്നുള്ളൂ. കൂടുതൽ കറണ്ട് എടുത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എനർജി ലോസ് ആവുകയോ അങ്ങനെയൊന്നും വേറെ ഇഷ്യൂ ഒന്നുമില്ല. അത് കണക്ക് ഈ ബോർഡ് 2.5 ആംപിയർ 3 ആംപിയർ ആണ് ഇതിൻ്റെ മാക്സിമം ഇത്. അപ്പോൾ അത്രയും കറണ്ട് വേറെ എടുത്താലും ഇപ്പം 3 ആംപിയർ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാലും മറ്റേതിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസിയാണ്, ലോസസ് ഒട്ടുമില്ല. നമ്മൾ മോട്ടറോട് കണക്ട് ചെയ്തപ്പോൾ മോട്ടർ നല്ലോണം വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പവർ കൂടിയ മോട്ടറാണ്. അത് ചെറിയ വോൾട്ടേജ് 24 ഓടുന്നത്. 12 ചെറിയ രീതി റൺ ചെയ്തേ ഉള്ളൂ. മറ്റേൻ്റെ അകത്ത് മോട്ടർ വർക്ക് ചെയ്തില്ല, അതിനെപ്പറ്റി നമുക്കറിയില്ല. ഇത് കൊടുത്തിട്ടും അത് ചൂടാവുകയോ അതൊന്നുമില്ല. നമ്മളിപ്പം ഇങ്ങനെ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവന്ന് ഇപ്പം ഹൈ വോൾട്ടേജിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുകൊണ്ടും ഏറ്റവും നല്ല എഫിഷ്യൻസി ആയിട്ടുള്ളത് നമ്മൾ ഇത് റേറ്റ് കൂടുതലായാലും ഒരു 19 രൂപ കൂടിയാലും നമ്മൾ ബക്ക് ബൂസ്റ്റർ DC to DC കൺവേർട്ടർ ഉപയോഗിക്കുന്നതാണ്. സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറുണ്ട്, സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറുണ്ട്. ഇത് ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇത് നമ്മളൊരു മോഡത്തിന് UPS ഒരു ഇതുപോലെയായിട്ട് നമ്മൾ ഈ IC വെച്ച് 12 വോൾട്ടേജ് IC വെച്ച് ചെയ്തതാണ്. ഹീറ്റ് സിങ്ക് ഒക്കെ കൊടുത്ത്, എന്നാലും അത് നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ് സംഭവം. അത് നല്ല വർക്കിംഗ് ആണ് സംഭവം. പക്ഷേ ഹീറ്റിംഗ് ആ ഒരു AC നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. ബക്ക് ബൂസ്റ്ററാണ് ചൂടം നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വീഡിയോകൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണുക.